ഒരു തവണ കൂടി അധികാരം കിട്ടിയില്ല എങ്കിൽ UDF നിന്ന് മുസ്ലിം ലീഗും UDF കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസും UDF വിടും. അവർ ചിലപ്പോൾ BJP ആയിട്ട് പോലും സഖ്യത്തിലായേക്കും. BJP കാര്യം വിട്. BJP ഗുണമാണോ ദോഷമായാലും നമുക്ക് പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന കേസല്ല. കേരളത്തിന് ദോഷമാണ് ഉണ്ടാവുക. ഇന്നത്തെ പ്രതിയോഗി നാളത്തെ സഹയോഗിയാണ്. ഇന്നത്തെ സഹയോഗി നാളത്തെ പ്രതിയോഗിയുമാകാം. ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായിട്ട് തമിഴ്നാട്ടിൽ BJP എതിർക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം BJP അലയൻസ് ആയിരുന്നില്ലേ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടി മുന്നണി ഏതാ? UPA ആണോ NDA ആണോ? 234 MLA-മാരുണ്ട് NDAയുടെ കൂടെ ക്രിസ്ത്യൻ MLA-മാർ. UPയുടെ കൂടെ കേവലം 32 ക്രിസ്ത്യൻ MLA-മാരുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയെ കണ്ടിട്ട് പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ഇനി അവിടെ നിന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും പറഞ്ഞില്ലേ ഇന്നലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, ഒരു കുഴപ്പമില്ല, രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം ഹിന്ദുക്കളായിരിക്കണം. രാഷ്ട്രീയമല്ലേ? അങ്ങനെ പറയാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയമല്ലേ? അല്ല, അങ്ങനെ പറയാതിരിക്കുന്നതിനല്ലേ മതേതരത്വം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കോ? രാജീവ് ചന്ദ്രശേഖരിൽ നിങ്ങൾ എന്തിനു ഒതുക്കണം? അംബേദ്കറൈറ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ന് ശ്രമിക്കുന്നത് ഈ മതതീവ്രവാദ ശക്തികൾക്ക് ശക്തി പകരാനാണ്. അയ്യങ്കാളിയെ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് എടുക്കാൻ പറ്റുക എന്ന് പറയട്ടെ. ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചിലരൊക്കെ അവര് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഈ മതതീവ്രവാദ ശക്തികളുടെ കോടാലി കൈകളായി പ്രവർത്തിക്കുന്നവരാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണല്ലോ BJPയുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതിനെ ഇല്ലാതാക്കിയാലാണോ അതോ കോൺഗ്രസ് ഇല്ലാതായാലാണോ BJPക്ക് വളരാൻ കഴിയുക? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരില്ലാത്ത ഭാരതം എന്നല്ല, കോൺഗ്രസ് ഭരണമില്ലാത്തൊരു ഭാരതം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ ചോദിച്ചത്. ആര് വീണാലാണ് വളമാകുക എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് BJPക്ക് കേരളത്തിൽ. ഈ ഇപ്പോൾ ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ BJPയെ കാണുന്നു കേരളത്തിൽ. അതിന് കോൺഗ്രസ് ആണോ വീഴേണ്ടത്, CPM ആണോ വീഴേണ്ടതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജനങ്ങൾ ഈ രണ്ട് കൂട്ടരും കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ നിലവിലുള്ള എല്ലാവിധ അധപ്പതനത്തിനും കാരണമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഈ രണ്ടു കൂട്ടരിൽ നിന്നും ആളുകൾ BJPയിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന് വേണം ഈ കഴിഞ്ഞ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ളൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. കാരണം നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഒരു വികസിത ഭാരതത്തിൻ്റെ കേരളത്തിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലേക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ രണ്ട് മുന്നണികളുമാണ്. പല വികസന പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നത് ഈ രണ്ട് മുന്നണികളുടെയും തെറ്റായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിഷേധാത്മക നിലപാട്, ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നെഗറ്റീവ് പൊളിറ്റിക്സ് കേരളത്തിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ജനങ്ങൾ ഒന്നടങ്കം അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരേപോലെ BJPയെ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ നിലപാട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും BJP ഒരു മുഖ്യ ശത്രു എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ മുഖ്യ ശത്രു ഒന്നുമില്ലെന്ന്. രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളേ ഉള്ളൂ, ശത്രുക്കളില്ല. ഇന്നത്തെ പ്രതിയോഗി നാളത്തെ സഹയോഗിയാണ്. ഇന്നത്തെ സഹയോഗി നാളത്തെ പ്രതിയോഗിയുമാകാം. രാഷ്ട്രീയത്തിൽ അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. ഇതൊക്കെ ഒരു മാർക്സിസ്റ്റ് നരേറ്റീവ്സാണ്. ശത്രുത, പൊളിറ്റിക്കൽ എനിമി എന്നൊക്കെ. നോ, ദർ ആർ ഓൺലി പൊളിറ്റിക്കൽ ഒപ്പണൻസ്. പൊളിറ്റിക്കൽ ശത്രുക്കൾ എന്ന് പറയുന്നതൊന്നുമില്ല. അതിലൊന്നും വലിയ കഥയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെഹബൂബ മുഫ്തിയുടെ PDPയുമായിട്ട് സഖ്യത്തിലാവാൻ BJPക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ, നാഷണൽ കോൺഫറൻസുമായിട്ട് വാജ്പേയിയുടെ കാലത്ത് സഖ്യത്തിലാവാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായിട്ട് തമിഴ്നാട്ടിൽ BJP എതിർക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം BJPയുടെ അലയൻസ് ആയിരുന്നില്ലേ? വോട്ടിന് വേണ്ടി ആരുമായിട്ടും സഖ്യം ചേരാമെന്ന്. വോട്ടിന് വേണ്ടിയല്ല ഇപ്പം ഞാൻ പറയുന്നത്. ഇപ്പോൾ വോട്ടിന് വേണ്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു സാഹചര്യം, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ രൂപപ്പെടുന്ന സഖ്യങ്ങളാണ് ഇതൊക്കെ. വോട്ടിന് വേണ്ടി എന്നല്ല, ഭരിക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ അലയൻസ് രൂപപ്പെടുന്നു. ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നിൽ വയ്ക്കുന്ന തരത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്കൽ അലയൻസ് ഒരുമിച്ച് നിന്ന് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു.
അത് വോട്ടിന് വേണ്ടിയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. വോട്ടെന്ന് പറയുന്നത് നമ്മൾ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് തന്നെയാണ്. വേണമല്ലോ ഭരണം പിടിക്കാൻ. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അത് ഈ ആരുടെ കൂടെ സഖ്യം ചെയ്യണം എന്നൊക്കെ അതാത് പാർട്ടികളുടെ തീരുമാനം തന്നെയാണ്. അതിലൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല. പക്ഷെ ആർക്കൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു നിലപാടാണല്ലോ. ഈ ആർക്കൊപ്പം എന്ന് വെച്ചാൽ ഈ നിലപാടുകൾക്ക് സ്ഥിരതയുണ്ടോ? അതുണ്ടോന്നാ ഞാനും ചോദിക്കുന്നത്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞ നിലപാടുകൾ എന്താ? നിലപാടുകളിൽ അതുകൊണ്ടാണ് പറഞ്ഞ എങ്ങനെയാണ് ഇവിടെ തന്നെ അലയൻസുകൾ മാറി മാറി വരുന്നത്? ഇവിടെ മറ്റേ നമ്മുടെ ജനതാ പാർട്ടി, അതായത് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി മുമ്പ് UDF-ലായിരുന്നില്ലേ, ഇപ്പോൾ LDF-ലാണ്. KM മാണി UDF-ലായിരുന്നില്ലേ, ഇപ്പോൾ LDF-ലാണ്. ഇത് അങ്ങോട്ടും കൂടെ ഒക്കെ മാറുന്നില്ലേ? ഇത് പൊളിറ്റിക്സിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നിലപാടുകളൊക്കെ ആകെ മാറി അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അവർക്ക് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു അലയൻസ് രൂപപ്പെടുകയാണ്. ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അലയൻസ് രൂപപ്പെടുന്നു. അലയൻസിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. സോ വാട്ട്? കേരളം പിടിക്കുക എന്നുള്ള എന്തൊക്കെ പറഞ്ഞാലും BJP-യുടെ ഒരു ലക്ഷ്യം തന്നെയാണല്ലോ. അപ്പം ഈ അലയൻസുകളൊക്കെ ആ രീതിയിൽ പരിമപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ടോ? അലയൻസ്, പുതിയ അലയൻസിനെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാവാം. ഏത് രാഷ്ട്രീയ മുന്നണിയായാലും അത്തരം അലയൻസുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. അതിലൊന്നും തെറ്റില്ല. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടാവും. അത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. BJP-യുടെ തലത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളെ BJP-ക്കൊപ്പം ചേർത്ത് നിർത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സജീവ പ്രവർത്തനങ്ങളും അതിനുള്ള ആളുകളും നിയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അനൂപ് ആന്റണിയെ പോലെ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളെ അതിനായിട്ട് മാത്രം നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അത് എത്രത്തോളം ഫലം കാണുന്നുണ്ട് BJP-യിൽ? നോക്കൂ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നാരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP എന്നോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെന്നൊക്കെയുള്ള ഒരു നാരേറ്റീവ്സ് ഉണ്ട്. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു നാരേറ്റീവ്സാണ്. ആ നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒരു അകൽച്ച ഈ പറയുന്ന ഹൈന്ദവ സംഘടനകളുമായിട്ട് വെച്ച് പുലർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP-യുമായിട്ട് വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അർത്ഥമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് BJP-യുടെ ചുമതലയാണ്. അവരത് ചെയ്യുന്നു. അതിനുവേണ്ടി ഔട്ട്റീച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും ഓരോ മേഖലയിലും ഔട്ട്റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. തൊഴിലാളി മേഖലയിൽ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കർഷകരുടെ ഇടയിൽ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഓരോ മേഖലയിലും ക്രൈസ്തവരുടെ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടി മുന്നണി ഏതാ? UPA ആണോ NDA ആണോ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ളത് 234 MLA-മാരുണ്ട്. NDA-യുടെ കൂടെ ക്രിസ്ത്യൻ MLA-മാർ. NDA-യുടെ കൂടെ, BJP-യുടെ കൂടെ ഞാൻ പറയുന്നില്ല. BJP-യുടെ കൂടെ 34 MLA-മാരുള്ളൂ. NDA-യുടെ കൂടെ. UP-യുടെ കൂടെ കേവലം 32 ക്രിസ്ത്യൻ MLA-മാരുള്ളത്. അറിയാമോ? 32 ക്രിസ്ത്യൻ MLA-മാരാണ് UP-യുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മുന്നേറ്റം, ഈ ഒരു എന്താ പറയുക, പദ്ധതി ഫലം കണ്ടു എന്നാണ് താങ്കൾ പറയുന്നത്? ഗോവയിലും മിസോറാമിലും അരുണാചൽ പ്രദേശിൽ ഇതൊക്കെ ഫലം കണ്ടില്ലേ? നാഗാലാൻഡിൽ എല്ലാവരും NDA-യുടെ കൂടെയില്ല. അവരൊക്കെ അവർക്കാർക്കില്ലാത്ത ഈ ഒരു എന്താ പറയുക, ഭീതി കേരളത്തിലും ക്രൈസ്തവർക്ക് ആവശ്യമുണ്ടോ? അവർക്കാർക്കും ഇല്ലാത്തത് 90%-ലേറെ തന്നെ കേരളത്തിലും കൊണ്ടുവന്നാൽ വിജയിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു BJP. കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകളിലേക്കും നാളെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് മാറും. അതുകൊണ്ടല്ലേ മുസ്ലിം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയെ കണ്ടിട്ട് പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ഇനി അവിടെ നിന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും പറഞ്ഞില്ലേ ഇന്നലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, ഒരു കുഴപ്പമില്ല പറഞ്ഞില്ലേ? മാറും. ഈ കാപട്യം, അതായത് ഈ നരേറ്റീവ്, മുസ്ലിങ്ങൾക്കുള്ളിൽ ഈ ഫിയർ വളർത്തിയെടുത്ത, ഭീതി വളർത്തിയെടുത്ത ആളുകൾ, അവരെ മുസ്ലിം സമൂഹം തള്ളിപ്പറയുന്ന ആളെ. കാരണം യാഥാർത്ഥ്യമായിട്ട് മുമ്പിലുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയോടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പദ്ധതിയും മതാടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയും ഇല്ല. ഏതെങ്കിലും പദ്ധതി ചൂണ്ടിക്കാണിക്കാമോ? ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മളിലേക്ക് അടുപ്പിക്കുമ്പോൾ ഒരിക്കലും അത് പദ്ധതിയായിട്ട് കൊണ്ടുവന്നിട്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് മതാടിസ്ഥാനത്തിൽ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പദ്ധതി അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ മൻമോഹൻ സിംഗ്, രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന്? 2005 അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പ്രസ്താവന ചൂണ്ടിക്കാണിക്കാനാവും?
രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം ഹിന്ദുക്കളായിരിക്കണം. ഒരു രാഷ്ട്രീയമല്ലേ? അങ്ങനെ പറയാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയമല്ലേ? അല്ല, അങ്ങനെ പറയാതിരിക്കുന്നതിനെയല്ലേ മതേതരത്വം എന്ന് പറയേണ്ടത്. അതങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, അത് വിടാം. അതിന് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ ഈ പ്രേക്ഷകരെ വിലയിരുത്തട്ടെ. തൃശ്ശൂർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളാണ് കൂടുതലും BJPക്ക് ഗുണം ചെയ്തത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പക്ഷെ സമീപകാലങ്ങളിൽ കുറച്ച് കാലങ്ങളായി വീണ്ടും ക്രൈസ്തവ സഭകൾ അകലുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു മാറ്റം ഇപ്പം ആ ഒരു പ്രവർത്തനത്തിലൂടെ വന്നു എങ്കിൽ കൂടിയും അത് പിന്നിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കാണുന്നു. ക്രൈസ്തവ സഭകളുടെ വോട്ടുകളെല്ലാം UDFലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ അത്? BJP ഉത്തരം പറയേണ്ട ഒരു മറുപടി ചോദ്യമാണത്. ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. ഞാൻ പറയുന്നത് കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ പാലായിൽ നമുക്കതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കാണാൻ കഴിയും. പാല വലിയ തോതിൽ മാറുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം ക്രൈസ്തവരുള്ളൊരു മണ്ഡലമാണ് പാല. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെയൊക്കെ പ്രചരണ പരിപാടിയിലും മറ്റുമുള്ള ക്രൈസ്തവരുടെ പങ്കാളിത്തം കാണുമ്പോൾ ക്രൈസ്തവരിലും വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം ക്രൈസ്തവരുടെ ഉള്ളിൽ വലിയൊരു ഭീതിയാണ് ഉണ്ടാക്കിയത്. അവരെ സഹായിക്കാൻ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളാരും ഉണ്ടായില്ല. നിയമസഭയിൽ ഏകകണ്ഠമായ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. വഖഫ് നിയമത്തിന് അനുകൂലമായി BJP കൊണ്ടുവന്ന വഖഫ് നിയമത്തിനെതിരായി UPAയുടെ വഖഫ് നിയമത്തിന് അനുകൂലമായി ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അതിൽ വഖഫ് നിയമം പോലൊരു ഭീകര നിയമം ഈ രാജ്യത്ത് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായിരുന്നു വഖഫ് നിയമത്തിൻ്റെ ഉണ്ടായിരുന്ന ക്ലോസ്? വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡിന് തോന്നുന്ന ഏത് ഭൂമിക്ക് നേരെയും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഭീകരമായൊരു കരിനിയമം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചിരുന്നു. അങ്ങനെയാണല്ലോ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ മേൽ പോലും അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചത്. കാശ് കൊടുത്ത ഈ ഭൂമിയുടെ മേലും അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു കരിനിയമം ഉണ്ടാക്കി. ആ കരിനിയമത്തിന് അനുകൂലമായും മോഡി സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിന് പ്രതികൂലമായും ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയതാണ് നിയമസഭയ്ക്കകത്ത് ഈ രണ്ട് കൂട്ടരും. ക്രൈസ്തവരെയല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത്? അവർ ചിന്തിക്കില്ലേ? അവർ ചിന്തിക്കും. ആ കാര്യം മാത്രമാണ്. ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ വിഷയം ക്രൈസ്തവരുടെ ഇടയിൽ ആ വിഷയം വളരെ സജീവമല്ലേ? അവരുടെ സഭാ മേലധ്യക്ഷന്മാർ വളരെ ആശങ്കയോടെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ലേ? എന്താണ് ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പങ്ക്? 1, 2 അല്ല 8 കേസാണ് പാലാ ബിഷപ്പിനെതിരെ ഈ ഗവൺമെൻറ് ചാർജ് ചെയ്തത്. നക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട കേസുമായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. ഈ ക്രൈസ്തവ സഭ ഇതൊക്കെ കാണുന്നില്ലേ? ക്രൈസ്തവർ ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. ഒരു തെറ്റായ ഒരു പ്രചരണം മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തി ക്രൈസ്തവരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് കുറച്ചൊക്കെ ഈ ലോക്കൽ ബോഡിയിൽ അത് ഏറ്റിട്ടുണ്ടാവാം. പക്ഷേ ആളുകൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ മണിപ്പൂരിലെ വിഷയം ക്രൈസ്തവ ഹിന്ദു സംഘർഷമല്ല. ഈ മെയ്ത്തി വിഭാഗത്തിലും കുക്കി വിഭാഗത്തിലും 2 വിഭാഗത്തിലും ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതൊരു മതസംഘർഷമല്ല എന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ തന്നെ വ്യക്തമായി. അവർക്ക് തന്നെ വ്യക്തമായി. ആസൂത്രിതമായി ക്രൈസ്തവരുടെ ഇടയിൽ ഈ ഒരു ഭീതി വളർത്താൻ ഇവരെല്ലാം ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ചില തിരിച്ചടികളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ആ സമയത്ത്. പക്ഷെ അതെല്ലാം മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം മത നേതാക്കന്മാരും പറയാൻ തുടങ്ങി, ഞങ്ങൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതത ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടും ക്രൈസ്തവരുടെ വോട്ട് എല്ലാം BJPക്ക് തന്നെ വരും എന്നാണ് വിചാരിക്കുന്നത്. മീൻസ് ആ തരത്തിലല്ല ഈ മാറ്റം ഉണ്ടാക്കിയ വോട്ടുകൾ. വോട്ട് എത്ര കിട്ടുന്നു പറയാൻ ഞാൻ ആളല്ല. ക്രൈസ്തവരുടെ വോട്ട് അല്ല. ഒരു കാര്യം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പ് ഇതുവരെ ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കിയ നരേറ്റീവുകളെ അവിശ്വസിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും. മുസ്ലിം സമൂഹത്തിനുള്ളിൽ പോലും
അവരും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു. BJP എങ്ങനെയായിരിക്കും BJP നമ്മുടെ നാട്ടിലൊരു മാറ്റം ഉണ്ടാവണ്ടേ? വേണം. ഞാൻ ചോദിക്കുന്ന വോട്ട് വിഹിതത്തിൽ എങ്ങനെയായിരിക്കും ഒരു മാറ്റം വരിക? ഏതൊക്കെ മണ്ഡലങ്ങൾ BJP? ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ ആളല്ല. അനാലിസിസ് എന്ന രീതിയിൽ നമുക്ക് നോക്കാമല്ലോ. ഒരു കാര്യം, ദേശീയ ശക്തികൾക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന്റെ റിഫ്ലക്ഷൻ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്കൊരു നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും കുറെ കൂടി BJP മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ളത്? എന്തായാലും ഇപ്പൊ നിലവിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വിഹിതം കൂട്ടുകയാണല്ലോ ലക്ഷ്യമുണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അത്തരത്തിൽ ഒരു വിസ്മയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മണ്ഡലം പിടിക്കാൻ പറ്റും എന്ന് ആത്മവിശ്വാസമുള്ള ഏതെങ്കിലും മണ്ഡലം? ഏതെങ്കിലും ഒരു മണ്ഡലം ഒന്നുമല്ല. അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് 35 മണ്ഡലങ്ങളിൽ അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്നു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 35 മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ടെന്നല്ലേ അതിനർത്ഥം. അത് സാധ്യതയുള്ളതും ഇല്ലാത്തതും ചിലപ്പോൾ ചിലത് ചെറിയ ശതമാനത്തിൽ നഷ്ടപ്പെടുന്നതാവാം, വിജയിക്കുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് കാത്തിരുന്ന് കാണാമെന്ന് ഒരു നമ്പർ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ഒരു പൊളിറ്റിക്കൽ കാര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ ഞാനൊരു നിലപാട് പറയില്ല. എനിക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. എനിക്ക് അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ഒരു പബ്ലിക് ഡൊമൈനിൽ ഞാൻ തൽക്കാലം അത് പറയുന്നത് എൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പറയില്ല. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കോ? കാത്തിരുന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജീവ് ചന്ദ്രശേഖരിൽ നിങ്ങൾ എന്തിനു ഒതുക്കണം? നിയമം മാത്രമായിട്ട് ഒതുക്കണ്ടെന്ന്, നിയമം മാത്രമായിട്ട് ഒതുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞതേ കേരളത്തിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം തീർച്ചയായും സംഭവിക്കും. അത് ഒരു മണ്ഡലത്തിലായിട്ടല്ല സംഭവിക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കുള്ളിൽ ഒരുപാട് അസംതൃപ്തിയുണ്ട്. കാപട്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായി പ്രതികരിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, 30-35 ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ് 18 ദിവസം നീണ്ടുനിന്ന തിരുനാവായിലെ കുംഭമേള എന്നറിയപ്പെടുന്ന മാഘമക മഹോത്സവം. 35 ലക്ഷം ആളുകളാണ് അവിടെ വന്ന് പോയത്. എന്തേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വരാതിരുന്നത്? കുംഭമേളയിൽ വന്നാൽ എങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടും? RSS ആയിട്ട് ബ്രാൻഡ് ചെയ്യപ്പെടും എന്ന് വിചാരിച്ചു. 35 ലക്ഷം പേരും വന്നവർ RSSകാരാണോ അവിടെ വന്നത്? എന്തുകൊണ്ടാണ്? ജനങ്ങൾ അതുകൊണ്ട് പറഞ്ഞ ഈ കാപട്യങ്ങളെ ജനങ്ങൾ തീർച്ചയായും തിരസ്കരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഫ്താർ വിരുന്നിൽ പോയാൽ ഇവർക്ക് ഈ ഒരു വിഷമമൊന്നും കണ്ടില്ലല്ലോ. മത്സരിച്ചാണല്ലോ SDPI സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പോലും ഈ നേതാക്കന്മാർ പോയത്. SDPIയുടെ ഇഫ്താർ വിരുന്നിൽ പോയില്ലേ? അവർക്ക് അവിടെ പോകാൻ യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തേ കുംഭമേളയിൽ വന്ന് ഐക്യദാർഢ്യം പറയാനായിട്ട് അവർക്ക് സാധിക്കാതിരുന്നത്? എന്തേ സാധിക്കാതിരുന്നത്? 1-2 അല്ലല്ലോ, 10-35 ലക്ഷം ആളുകൾ വന്ന സ്ഥലമല്ലേ. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ലെറ്റ് us see, the change will come. രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമുള്ള BJPക്ക് എന്ത് മാറ്റമാണ് താങ്കൾ കാണുന്നത്? സംഘടനാപരമായി BJP അത്തരം ചോദ്യങ്ങൾ അല്ല. ഞാനതിപ്പോ അങ്ങനെ മാറ്റം, എന്ത് മാറ്റമാണ് സണ്ണി ജോസഫ് വന്നതിന് ശേഷം കോൺഗ്രസിൽ ഉണ്ടായെന്ന് ചോദിക്കാത്തത് എന്താ എന്നോട്? ഞാൻ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. അത് വിലയിരുത്തുന്നത്, എനിക്കതിനെക്കുറിച്ച് വിലയിരുത്തലുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ ഇറ്റ്. അതിലൊരു പരാതി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഗുണമാണെങ്കിൽ ഗുണമാണെന്ന് പറയാമല്ലോ. അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് പറയേണ്ട ഒരു ചുമതലപ്പെട്ട ആൾക്കാർ പറയട്ടെ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഭംഗിയല്ല. ഒരു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ടതല്ല. ഞാൻ ഇത് തന്നെ കുറച്ച് കൂടുതലായി പോട്ടെ. ഏത് മനുഷ്യനും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ഇത്തവണ അധികാരത്തിൽ വരും? 3-ാം പിണറായി സർക്കാർ ഉണ്ടാവുമോ അതോ UDF ഭരിക്കുമോ? അധികാരത്തിൽ വരുന്നതാണ് ആദ്യം. എനിക്ക് ക്യാമറയിൽ എനിക്ക് പറയേണ്ട അവസരം വരുന്നത് ഞാൻ പറയാം. ഈ തവണ അധികാരത്തിൽ വരുന്ന ആളുകൾ
ദേശീയ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വരാൻ പറ്റുമെന്നുള്ളത്. ആരധികാരത്തിൽ വന്നാലും അവർക്ക് ദേശീയ താല്പര്യത്തോട് ചേർന്ന് നിൽക്കാനേ പറ്റൂ എന്ന് ഞാൻ പറയുന്നു. എനിക്ക് ഇതിനകത്തൊരു ഡിപ്ലോമാറ്റിക് മറുപടി അല്ലാതെ UDF വന്നാലാണോ LDF വന്നാലാണോ BJPക്ക് അടുത്ത തവണത്തേക്ക് ഒരു ഓപ്പണിംഗ് സാധ്യത ഉണ്ടാവുക? കേരളം പിടിക്കാനുള്ളൊരു ഇത്തവണത്തെ എന്തായാലും നമുക്കറിയാം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ അത് കോൺഗ്രസ് ഇല്ലാതാവും എന്നുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഒരു തവണ കൂടി അധികാരം ഇല്ല എന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസും ലീഗും കോൺഗ്രസ് വിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരു തവണ കൂടി അധികാരം കിട്ടിയില്ല എങ്കിൽ UDFിൽ നിന്ന് മുസ്ലിം ലീഗും UDFിൻ്റെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസും UDF വിടും. അവർ ചിലപ്പോൾ BJP ആയിട്ട് പോലും സഖ്യത്തിലായേക്കും. ലീഗ് ഞാൻ ഇതിന്റെ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അധികാരമില്ലാതെ ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇനി കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അധികാരമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നുകിൽ അവർക്ക് വേണമെങ്കിൽ LDF ഒരു ചോയ്സാണ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ BJPയുമായിട്ടും ചേർന്നേക്കാം. അത്ഭുതങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ വിലക്ക് കൽപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതേണ്ടതില്ല. സാധ്യതകളുടെ കലയാണ് പൊളിറ്റിക്സ്. അത് സാധിക്കും, ചിലപ്പോൾ അത് സംഭവിക്കും. അതിനുവേണ്ടി അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഓക്കെ, പിണറായി സർക്കാർ അധികാരത്തിൽ വരിക എന്ന് വിചാരിക്കും. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. അത് BJPക്ക് ഗുണമാണോ ചെയ്യുക, ദോഷമാണോ ചെയ്യുക? പിണറായിയുടെ ഗവൺമെൻറ് ആയാലും UDFിൻ്റെ ഗവൺമെൻറ് ആയാലും കേരളത്തിന് ദോഷമാണ് ചെയ്യുക. BJPയുടെ കാര്യം വിട്. BJPക്ക് ഗുണമാണോ ദോഷമായാലും നമുക്ക് പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന കേസല്ല. കേരളത്തിന് ദോഷമാണ് ഉണ്ടാവുക. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എങ്ങനെയൊക്കെ ആ വഴുതി മാറി ആ ചോദ്യത്തിന് പോയി എന്നുള്ളതാണ്. ഇതിനപ്പുറം ഒരു വിശകലനം ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ആ വിശകലനത്തിന് ഞാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ്. ആ വിശകലനം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു മൂന്നാം പിണറായി സർക്കാരായാലും ബദൽ ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് UDF ആണ് വരുന്നതെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സുസ്ഥിര ഗവൺമെൻറ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 6 മാസം കൂടുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റുമോ? നമ്മളാരും വിചാരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉപമുഖ്യമന്ത്രി ആവശ്യപ്പെടില്ല എന്ന്. 6 മാസം വെയിറ്റ് ചെയ്താൽ മതി. അവരാവശ്യപ്പെട്ടതാണ് 5ാം മന്ത്രിയെ. വിവാദമായപ്പോഴാണത് ഇല്ലാതായിപ്പോയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാകാതിരിക്കാനും UDFിന് തിരിച്ചടിയാവാതിരിക്കാനും വേണ്ടി കാർപ്പറ്റിനടിയിൽ വെച്ചിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി പദം. എന്ത് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടാൽ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അന്നുണ്ടാക്കാൻ പോകുന്ന കോളിളക്കവും അതുണ്ടാക്കാൻ പോകുന്ന അസ്ഥിരതയും ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് UDF മുന്നണി അധികാരത്തിൽ വന്നാൽ അസ്ഥിരതയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിന് ദോഷമായിരിക്കും അതുണ്ടാക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതും വലതും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്നാണ് നിരന്തരമായി BJP ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഹിന്ദുത്വ സംഘടന ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്താൻ BJP ശ്രമിക്കുന്നത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയല്ലേ? അല്ല, ഇപ്പോൾ പ്രീണനം നടത്തിക്കൊണ്ടല്ലാതെ കേരളത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിൽ ആരാണ് ഇതിൽ പറയുന്നത്? ഇവരൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇവരെ ചേർത്ത് നിർത്തിയെങ്കിൽ ചേർത്ത് നിർത്താം. മറിച്ച് ഇവർ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ LDF UDF ചെയ്യുന്നത് എന്താ? ഞാനതാ പറഞ്ഞ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സ്കൂൾ സിലബസിൻ്റെ സ്കൂൾ ടൈമിൻ്റെ പ്രശ്നം വന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ശുപാർശ ഉണ്ടായിരുന്നു. സ്കൂൾ ടൈമിങ്ങിൽ മാറ്റം വരുത്തണം. തത്വത്തിൽ അംഗീകരിച്ചതാണല്ലോ കേരള സർക്കാർ. എന്തേ മാറ്റം വരുത്തിയത്? ആരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്? മദ്രസ സമയമായിട്ട് ബന്ധപ്പെട്ട് വിവാദമായപ്പോൾ അത് നടപ്പാക്കേണ്ടത് തീരുമാനിച്ചു. കുടുംബശ്രീ പ്രതിജ്ഞ, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീകളുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രതിജ്ഞ ഉണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ പ്രതിജ്ഞ പിൻവലിച്ചു. എന്താ കാരണം? മതതീവ്രവാദ ശക്തികൾ അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ ഈ പ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തുന്ന ഇത്തരം നിലപാടുകൾ, ആ നിലപാടുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ UDFും LDFും അവർക്ക് കീഴടങ്ങുന്നു എന്ന് പറയാൻ കാരണം.
എം ശങ്കരൻ നമ്പൂതിരിപ്പാട് 1987 നായനാർ സർക്കാർ അധികാരത്തിൽ വന്നത് അവരുടെ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസോ ലീഗോ പോലുള്ള സാമുദായിക സംഘടനകളെ എല്ലാത്തിനും ഒഴിവാക്കിക്കൊണ്ടാണ്. 87 അങ്ങനെ ഒരു മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരാൻ LDFന് ഇപ്പോൾ സാധിക്കുമോ? ധൈര്യമുണ്ടോ? എല്ലാ സാമുദായിക സംഘടനകളെയും ഒഴിവാക്കിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ എന്താ LDFന്റെ നിലപാട്? എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ LDF പിന്തുടരുന്നുണ്ടോ? രാഷ്ട്രീയമാണല്ലോ, കാലാകാലങ്ങളോളം മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ആ നിലപാടിൽ തന്നെ LDF നിൽക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. BJPക്കും നിലപാട് മാറ്റത്തിന് കാരണം എന്താണെന്നെങ്കിലും പറയണ്ടേ? ആ നിലപാട് മാറ്റത്തിന്റെ കാരണം എന്താണ്? അത് CPM വ്യക്തമാക്കണം. പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അതായത് ശരീഅത്ത് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വത്താവകാശത്തിൽ തുല്യത എന്നുള്ള വിഷയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ രംഗത്തുമുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീഅത്ത് ശരിയാണ് എന്നാണ് LDFന്റെ നിലപാട്. ആ നിലപാട് EMSനുണ്ടായിരുന്നില്ലല്ലോ. എന്താണ് ആ നിലപാട് മാറാൻ കാരണം? വോട്ടിന് വേണ്ടിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് ചേരുന്നതും മറിച്ച് കേവലം 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ MA ബേബി പറഞ്ഞില്ലേ, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഈ സ്ത്രീകളുടെ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പാർട്ടിയുടെ നയം വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ്. എന്താണ് ഈ നിലപാട് മാറ്റത്തിന് കാരണം അറിയാമോ? ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശനത്തെയുമായി ബന്ധപ്പെട്ടല്ല നിലപാട് മാറ്റം ഇടതുപക്ഷത്തിൻ്റെ. പള്ളിയിൽ സ്ത്രീ പ്രവേശനം പറ്റുമോ ഇല്ലേ എന്നുള്ള സുപ്രീം കോടതിയുടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പള്ളിയിൽ സ്ത്രീ പ്രവേശനം പറ്റും എന്ന് പറയാൻ CPMന് നിവൃത്തിയില്ല. സ്വാഭാവികമായിട്ട് ശബരിമലയിലും പറ്റും എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇവരുടെ നിലപാട് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ശബരിമല ക്ഷേത്രത്തിലെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. കാപട്യമാണ് ഈ 2 മുന്നണികളുടെ മുഖമുദ്ര. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി, യുവതീ പ്രവേശനത്തിന് ശേഷം അല്ലെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ ഹിന്ദു ഐക്യവേദിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു? ഇല്ലില്ല, എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് സർക്കാർ മറുഭാഗത്ത് ശക്തമായി പ്രവർത്തിച്ചിരുന്നല്ലോ. നിലപാട് മാറിയല്ലോ ഇപ്പൊ. അല്ല, ഇപ്പോഴാണ് നിലപാട് മാറി. ഞാൻ പറഞ്ഞ അന്ന് സർക്കാർ എന്താ ചെയ്ത്? സർക്കാർ നവോത്ഥാന മുന്നണി ഉണ്ടാക്കി എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഭീഷണിപ്പെടുത്തി ആണ് കൂടെ നിർത്തിയത്. വലിയ വനിതാ മതിലുണ്ടാക്കി, ഒക്കെ ചെയ്തു. ഇപ്പം നിലപാട് മാറ്റി. ഈ നിലപാട് മാറ്റിയതിൻ്റെ കാരണം എന്താ? എന്തിനു വേണ്ടി ഇപ്പം നിലപാട് മാറ്റിയത്? എന്താ നിലപാട് മാറ്റാൻ ഉള്ള സാഹചര്യം? ഇപ്പോൾ എന്താ നിലപാട് മാറ്റാൻ സാഹചര്യം എന്തുണ്ടായത്? അത് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിലപാട് മാറ്റിയത് എന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. കാപട്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു നിലപാട് മാറുമ്പോൾ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് നിലപാട് മാറുകയാണ് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. നമ്മുടെ കൺമുമ്പിൽ ഇത്തരം കാപട്യങ്ങൾ കിടക്കുകയല്ലേ. ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്താണ് ഹിന്ദു ഐക്യവേദി പ്രതീക്ഷിച്ചത്ര രീതിയിൽ നിങ്ങൾക്ക് അത് കുറെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കാമായിരുന്നില്ലേ? ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു വിഷയം രാഷ്ട്രീയമായിട്ടല്ല. രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കണം. ഞങ്ങൾ ആ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം ആയാലും ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്ന വിഷയത്തിലായാലും ഞങ്ങൾ കാലങ്ങളായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു എന്നുള്ള വാദം ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയമുക്തമാക്കണം. സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ക്ഷേത്രങ്ങൾ മോചിതമാകണം. അപ്പോൾ അഴിമതി ഇല്ലാതാവുമെന്നാണോ? അല്ല, അത് സർക്കാർ, ഞാൻ പറയുന്നത് വിശ്വാസികൾ ഭരിക്കുന്നു, അവിടെ വിശ്വാസികൾ ഭരിക്കുന്നു, പള്ളി വിശ്വാസികൾ ഭരിക്കുന്നു, മുസ്ലിം മോസ്ക് വിശ്വാസികൾ ഭരിക്കുന്നു. അവിടെ അഴിമതിയുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ കാര്യമല്ലേ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ അഴിമതിയുണ്ടോ ഇല്ലേ എന്നുള്ളത് വിശ്വാസികളുടെ കാര്യമില്ല. വിട്ടക്ക് സർക്കാരിന് എന്താ കാര്യം അതിനകത്ത്? മതേതര സർക്കാരല്ലേ. അവിടെ അഴിമതി, എല്ലായിടത്തും അഴിമതി ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ അഴിമതി അത് അവിടുത്തെ വിശ്വാസികൾ പരിഹരിക്കട്ടെ. നമ്മളെല്ലാം മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതായത് മുൻകാലങ്ങളിൽ സജി ചെറിയാൻ്റെ മല്ലപ്പള്ളി പ്രസംഗം, ആ പ്രസംഗവുമായി ഉണ്ടായ രാഷ്ട്രീയ കോലാഹലം ഭയങ്കരമായി കേരളത്തെ അഫക്റ്റ് ചെയ്തിരുന്നൊരു കാലം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വിചാരധാരയിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നാണല്ലോ താങ്കളുടെ ആരോപണം.
വി.ഡി. സതീശൻ പറഞ്ഞ കറക്റ്റ് വരികൾ അതിനകത്തില്ലായിരിക്കും. ഭരണഘടനയെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ അത്? വിചാരധാരയിലോ? വിചാരധാരയിൽ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് ഏത് ഭാഗമാണുള്ളത്? അങ്ങനെ ഒന്നേ ഇല്ല. താങ്കൾ വി.ഡി. സതീശൻ പറയുന്നത് മുഴുവനും അത്തരത്തിൽ നോക്കൂ. ഭരണഘടന വിമർശനത്തിന് അതീതമാണോ? അല്ല, വിമർശനത്തിന് അതീതമല്ല. അങ്ങനെ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഏതാ പർട്ടിക്കുലർ ഭാഗം എന്നുള്ളത് നോക്കണം. എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മയില്ല. ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഭാഗം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ നിങ്ങൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് പറയാം. ഭരണഘടന മാറ്റാൻ ഭരണഘടനയിൽ എത്ര അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്? 104-ാമത്തെയോ 105-ാമത്തെയോ അമെൻമെന്റാണ്. അതിപ്പോൾ ഭരണഘടന പരിഷ്കരിച്ചതല്ലേ. ഭരണഘടന മാറണമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതല്ലേ അതൊക്കെ. അപ്പോൾ ഭരണഘടന മാറ്റേണ്ടതാണെങ്കിലും കാലോചിതമായി മാറ്റം വരുന്നുണ്ടാണെങ്കിൽ മാറ്റം വരുന്നുണ്ട്. വല്ലെന്താ തെറ്റ്? ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഭരണഘടന വിമർശനത്തിന് അതീതമല്ല. ഒന്നും വിമർശനത്തിന് അതീതമല്ല. ഭരണഘടന വിദേശികളുടേതാണെന്നുള്ള ആശയമാണല്ലോ പൊതുവായി പറഞ്ഞു വെച്ചിരുന്നത് അന്ന് സതീശൻ. ഇതൊക്കെ ഈ ചർച്ചകളൊക്കെ ഭരണഘടന 1950 അംഗീകരിക്കപ്പെടുന്നതിന് മുൻപ് നടന്ന ചർച്ചകളാണ്. ഇതെല്ലാം രാജ്യത്ത് ഒരുപാട് ആളുകൾ പല രീതിയിലും ഇന്ന ആശയങ്ങൾ വേണം ഭരണഘടനയിൽ. മതേതരമാവണം എന്നാവശ്യപ്പെട്ടിരുന്നു. സോഷ്യലിസം വേണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പെടുത്തിയില്ല, രണ്ടും വന്നില്ല. അത് പലരും പല ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പതാക ഏതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസിന് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. വൺസ് ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്തു, ഇതാണ് നമ്മുടെ ഭരണഘടന എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഭരണഘടനയെ അവഹേളിക്കുന്ന ഏതെങ്കിലും ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കിട്ടി ഇവര്. അതിന് മുൻപ് അഭിപ്രായങ്ങളുണ്ടെന്ന്. അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ ഹിന്ദു ഐക്യവേദിയുടെ ആസ്ഥാന മന്ദിരത്തിന് അയ്യങ്കാളി മന്ദിരം എന്ന് പേര് കൊടുക്കാൻ ഒരു തീരുമാനം ഉണ്ടായല്ലോ, അതെന്തായി? പേര് കൊടുത്തു. മന്ദിരം ആയിട്ടില്ല. മന്ദിരത്തിന്റെ പ്രാഥമികമായ അനുമതി, അതുപോലെ സാങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഫയറിന്റെ സാങ്ഷൻ കിട്ടി. ചില അത്തരം സാങ്കേതിക കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ പണി ആരംഭിക്കും. ഏകദേശം ഞങ്ങൾ വിചാരിക്കുന്നത് അടുത്ത മാസം മുതൽ അതിന്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതിനെതിരെ തീവ്ര എന്താ പറയുക, ദളിത് പ്രവർത്തകർ അതിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തിന് അവർ ആരോപണം ഉന്നയിക്കുന്നത്? എന്തിനാണ്? അയ്യങ്കാളി എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഹിന്ദു ആസ്ഥാന മന്ദിരത്തിന് പേര് നൽകിയെന്നാണ് അവരുടെ ആരോപണം. അയ്യങ്കാളി എന്തിനാ ഹൈജാക്ക് ചെയ്യണേ? അയ്യങ്കാളി ആരുടെങ്കിലും കുത്തകയാണോ? അയ്യങ്കാളിയെ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് എടുക്കാൻ പറ്റുക എന്ന് പറയട്ടെ. അതിന് നിങ്ങൾ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് അയ്യങ്കാളി എല്ലാ കാലത്തും എന്താണ് മതപരിവർത്തനത്തിന് അനുകൂലമായിരുന്നില്ല. അതാണല്ലോ മതപരിവർത്തനത്തിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അയ്യങ്കാളി സാമൂഹ്യ രംഗത്ത് നടത്തിയ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ പരിവർത്തനത്തിൽ ഹിന്ദു സമൂഹത്തിലെ ജാതി എന്നുള്ള വിദ്വേഷം ജനിപ്പിക്കാതെ, ജാതി വിദ്വേഷത്തിന് അപ്പുറം ഹിന്ദു ഐക്യത്തിനനുസൃതമായി പ്രവർത്തിച്ച ആളാണ് അയ്യങ്കാളി. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അയ്യങ്കാളി മതപരിവർത്തനത്തെ എതിർത്തുകൊണ്ട് അയ്യങ്കാളി ശ്രീമൂലം സഭയിൽ പ്രസംഗിക്കുകയും പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. അതെ, പക്ഷെ അത് ഈ പറയുന്ന മതമാറ്റം പോലെയുള്ള വലിയ വിഷയമായിരുന്നില്ല അന്ന്. അന്നത്തെ സാഹചര്യം, ആ സമുദായം അങ്ങനെ തന്നെ നിലനിൽക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും ആ സമുദായം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അയ്യങ്കാളി പറയുന്നത് തന്നെയാണ്, പട്ടികജാതി വിഭാഗങ്ങളെ മതം മാറ്റുന്നു. ആ മതം മാറ്റുന്നതിനെതിരായിട്ട് അയ്യങ്കാളി എന്താ മതം മാറ്റത്തിന് ഇത് പറഞ്ഞത്? അതായത് ഹിന്ദുവായിട്ട് ജീവിക്കാൻ പാടില്ല, മതം മാറിയാൽ നിങ്ങൾക്ക് അവകാശം കിട്ടും, അങ്ങനെ വേണ്ടെന്ന് അയ്യങ്കാളി പറഞ്ഞു. ഞങ്ങളെ മതം മാറ്റാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരു പേര് മാറ്റം നടത്തുമ്പോൾ ആ ഒരു വിഭാഗത്തെ ബിജെപിയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടന എന്താണ് അയ്യങ്കാളിയുടെ ചരിത്രം? എന്താണ് അയ്യങ്കാളിയുടെ ചരിത്രം? എന്താ അയ്യങ്കാളിയുടെ ചരിത്രം? സാമൂഹ്യ രംഗത്ത് അയ്യങ്കാളി ആരുമായിട്ടൊക്കെ സഹകരിച്ചത്? അയ്യങ്കാളി ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്ന പോലെ ജാതി വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടാണോ? അയ്യങ്കാളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അയ്യങ്കാളി കണ്ടത് ആരെയാണ്? മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകളിൽ എഴുതിയത് അയ്യങ്കാളിയെ ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ടാണ്.
ഇവരൊക്കെ തമ്മിൽ വളരെ അടുത്ത ഇപ്പോൾ അയ്യങ്കാളി നടത്തിയിട്ടുള്ള പെരിനാട് ലഹളയ്ക്ക് തുടർന്ന് നടത്തിയിട്ടുള്ള സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ അയ്യങ്കാളി അധ്യക്ഷനായിട്ട് വെച്ചത് ആരെയായിരുന്നു? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. അത് കഴിഞ്ഞ് ഗാന്ധിജിയുമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ജാതി വിഷയത്തിൽ അല്ലെങ്കിൽ മതപരിവർത്തന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെയൊന്നും ഖണ്ഡിച്ചല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചിലരൊക്കെ അവര് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഈ മത തീവ്രവാദ ശക്തികളുടെ കോടാലി കൈകളായി പ്രവർത്തിക്കുന്നവരാ ചില ദളിത് ആക്ടിവിസ്റ്റുകൾ. അവർ അംബേദ്കർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, അയ്യങ്കാളി അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, നാരായണ ഗുരുദേവനെ അവർ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. അവരുടെ ഉദ്ദേശം ഹിന്ദു സമൂഹത്തെ വിഭജിക്കലാണ്. നാരായണ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമി ആയാലും അയ്യങ്കാളി ആയാലും മന്നത്വനാഭനായാലും ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരല്ല. ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ച ജാതി എന്നുള്ളതിനെ, ജാതീയമായ ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവരാണ്. ആ ഉച്ചനീചത്വങ്ങൾ ഒഴിവായാൽ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കും. ഇതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് പകരം ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അവരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചരിത്രപരമായ സങ്കേതങ്ങളും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളും ഇതുപോലെ ബ്രാഹ്മണരുടെ കയ്യിലേക്ക് പോയ ചരിത്രമാണുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആസ്ഥാന മന്ദിരത്തിന് പേര് നൽകുന്നതിലൂടെ ദളിത് വിഭാഗത്തോട് ചെയ്യുന്നതെന്നാണ്. അയ്യങ്കാളി മന്ദിരം, അയ്യങ്കാളി ഭവൻ എന്ന പേര് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ശ്രമിച്ചിരുന്നു അല്ലെ? ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇങ്ങനെ ഒരു പേര് മാറാൻ വേണ്ടി അല്ല. ഈ നോക്കൂ, ഞങ്ങള് വിക്ടോറിയ ഹാൾ ഉണ്ടല്ലോ മറ്റേ തിരുവനന്തപുരത്തെ, ഇപ്പോൾ ഈ പിണറായി സർക്കാർ വന്ന ശേഷം അതിന് അയ്യങ്കാളിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളാണ് ആവശ്യപ്പെട്ടത്. ശ്രീമൂലം പ്രജാസഭയിൽ ആയിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അവിടെ. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ ഏറെക്കാലം മെമ്പറായിരുന്നു. ഈ വിക്ടോറിയ ഹാളിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കണമെന്ന് ഞങ്ങളാണ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നിവേദനം കൊടുത്തു, ഒരു അവകാശ പത്രികയായിട്ട് കൊടുത്തതിൽ ഞങ്ങൾ എഴുതി വെച്ചതാണ് അയ്യങ്കാളിയുടെ പേര് കൊടുക്കണം. അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ല, പിന്നീട് പിണറായി വിജയൻ വന്ന സമയത്ത് കൊടുത്തു. അപ്പോൾ അയ്യങ്കാളിയെ മാത്രമല്ല, അയ്യങ്കാളി ഉൾപ്പെടുന്ന ആചാര്യത്രയം എന്ന പേരിൽ, അതായത് ചട്ടമ്പിസ്വാമി, നാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, ഇവരുടെ ജന്മദിനം ഒരേ സമയത്താണ് വരുന്നത്. ആചാര്യത്രയം എന്ന പേരിൽ ഞങ്ങൾ പരിപാടി നടത്തുകയാണ്, ഈ മൂന്ന് മഹാന്മാരെയും ഒരേപോലെ ആദരിച്ചുകൊണ്ട്. ഇതെത്രയോ വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണ്? അയ്യങ്കാളിയെ ഐസൊലേറ്റ് ചെയ്ത് ഒരു പ്രത്യേക മൂലയിലേക്ക് ഒതുക്കണം എന്നാണോ? അയ്യങ്കാളി മുഴുവൻ ഹിന്ദു സമൂഹത്തിൻ്റെ നേതാവാണ്. അയ്യങ്കാളി മുഴുവൻ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയും നിലകൊണ്ട നേതാവാണ്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്തുരാവിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ മുഴുവൻ ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ട് ഹിന്ദു സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി ഈ ജാതി പറഞ്ഞ്, ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്, ഇങ്ങനെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് ആരുടെ പ്ലാറ്റ്ഫോമിലാണ് അവർ നിൽക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസംഗം നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മത തീവ്രവാദ ശക്തികളെയും കുറിച്ച്, ഇസ്ലാമിക മതഭീകരവാദികളെ കുറിച്ച് ഡോക്ടർ അംബേദ്കർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് പാകിസ്ഥാനിൽ ഹിന്ദു സമൂഹത്തെ കൂട്ടക്കൊല ചെയ്തത്. ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് 1971 ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നത് ആരാന്നറിയും? കിഴക്കൻ ബംഗാളിലെ പട്ടികജാതി വിഭാഗങ്ങളാണ്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ ഡോക്ടർ അംബേദ്കർ മന്ത്രിയായി. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ മന്ത്രിയായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ. പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്. അവിടെ മന്ത്രിയായി 6 മാസം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റിയോ? അദ്ദേഹം ഇന്ത്യയിലേക്ക് ഓടി വന്നു, രാജിക്കത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ വേട്ടയാടുന്നു. അറിയാമോ, ആ ജോഗേന്ദ്രനാഥ് പാകിസ്ഥാനിലെ നിയമമന്ത്രി ഇവിടെ അഭയാർത്ഥിയായിട്ട് ഇന്ത്യൻ പൗരത്വം ഇല്ലാതെയാണ് മരിച്ചത്. ആരാണ് അവരെ വേട്ടയാടിയത്? ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിൽ നിന്ന് വേട്ടയാടി ബംഗാളിൽ അഭയാർത്ഥികളായി വന്നവരാരാ?
നാമശൂദ്ര വിഭാഗത്തിലെ പട്ടികജാതിക്കാരാ വേട്ടയാടിയതാരാ? ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ പോയിട്ടാണ് ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചിലർ ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നത്. ഞാനതുകൊണ്ട് പറഞ്ഞ് മത തീവ്രവാദികളുടെ കോടാലിക്കൈകളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഡോക്ടർ അംബേദ്കറിൻ്റെ പുസ്തകം ഒരാവർത്തി വായിച്ചാൽ അവർക്ക് ഈ ഇവരുടെയൊന്നും ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ മുഴുവൻ ഇന്ത്യയിലേക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ്. അത് ഈ ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് അറിയാമോ? പോപ്പുലേഷൻ ട്രാൻസ്ഫർ എന്ന ആശയം വെച്ചത് ഡോക്ടർ അംബേദ്കറാണ്, സവർക്കർ പോലുമല്ല. എന്നാൽ മാത്രമേ ഇന്ത്യയിലും പാകിസ്ഥാനിലും സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. ആ ആശയം അംഗീകരിക്കാൻ തയ്യാറുണ്ട് അവർ. ഇവരെന്താ ധരിച്ചത്? അംബേദ്കറൈറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ നടക്കുന്നു. ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ല എന്നാണ് ധരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അംബേദ്കറൈറ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ന് ശ്രമിക്കുന്നത് ഈ മത തീവ്രവാദ ശക്തികൾക്ക് ശക്തി പകരാനാണ്, അവരുടെ കോടാലിക്കൈകളായി പ്രവർത്തിക്കാനാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.